2025 ജൂൺ 29 ഉച്ചയ്ക്ക് രാത്രി 2 മണി കഴിഞ്ഞ് 14 മിനിറ്റിന് ശുക്രൻ മേടം രാശിയിൽ നിന്ന് തന്റെ സ്വന്തം രാശിയായ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. മകയിരത്തിന്റെ അവസാന പകുതി, തിരുവാതിര, പുണർത്തം തുടക്കം എന്നിവയിൽ പിറന്ന മിഥുനക്കൂറുകാരെ ഈ മാറ്റം നേരിട്ട് ബാധിക്കുന്നതാണ്. ധനച്ചെലവുകൾ വർദ്ധിക്കാനിടയുണ്ട്, പ്രത്യേകിച്ച് ദൂരം പോകുന്ന യാത്രകൾ, ആഡംബര വസ്തുക്കളുടെ വാങ്ങൽ, തീർത്ഥാടനങ്ങൾ മുതലായവയ്ക്ക്. ജോലി മേഖലയിലുള്ളവർക്ക് സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് ലാഭമുണ്ടാകും, പ്രത്യേകിച്ച് വിദേശ വിപണിയിൽ നിന്നുള്ള ഗുണങ്ങൾ. മക്കളുടെ പഠനവും വിദേശയാത്രകളും ധനച്ചെലവുകൾ കൂട്ടും. വിവാഹനിർണയങ്ങൾക്കും സന്താനവിവാഹത്തിനും ഇതാണ് നല്ല സമയം. പ്രണയബന്ധങ്ങൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടത് നിർബന്ധമാണ്. അഭിപ്രായവ്യത്യാസങ്ങൾക്ക് സാധ്യത. ശത്രുശല്യം കുറയും, കടബാധ്യതകൾ കുറയാനും തുടങ്ങും. മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയസാധ്യത. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ തീരാൻ തുടങ്ങും. ഈ സമയത്ത് മറ്റുള്ളവർക്ക് ധനം കടം കൊടുക്കരുത്. ആകെഫലമായി മിഥുനക്കൂറിന് ഈ രാശിമാറ്റം ചെലവുകൾ കൂടിയെങ്കിലും ആത്മീയവും വിദേശബന്ധപ്പെട്ട ഗുണങ്ങൾ നൽകുന്ന കാലഘട്ടമായിരിക്കും.